ചിക്കൻ ഫ്രൈഡ് റൈസ്. ചിക്കൻ ഫ്രൈഡ് റൈസ് അല്ലേ? ഒരു 200 പേർക്കുള്ള പരിപാടി. ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ട്, ചിക്കൻ ബിരിയാണി ഉണ്ട്, ബീഫ് ഉണ്ട്, അങ്ങനെ ഐറ്റംസ് ഉണ്ട്. അപ്പൊ നമ്മളിത് 12 കിലോ ചിക്കൻ ഫ്രൈഡ് റൈസ് കംപ്ലീറ്റ് റെസിപ്പി. ആദ്യം സൺഫ്ലവർ ഓയിൽ വെക്കും. ആദ്യം വെള്ളം വെച്ചില്ല അടുത്ത ചെമ്പില്. ഇത് എന്തിനാ ചിക്കൻ പൊങ്ങിയെടുക്കാൻ, പൊരിച്ചെടുക്കും ചെയ്യാം. അങ്ങനെ ചെയ്യല്ലേ? പക്ഷെ പൊരിച്ചെടുക്കുമ്പോൾ എല്ലാവർക്കും അത് ചോപ്പ് കളറാവും. ആ ഫ്രൈഡ് റൈസ് ചോപ്പ്, അത് നമ്മൾ പച്ചക്കടിയിലെ ഫ്രൈഡ് റൈസോ. ഇത് സാധാരണ നോർമൽ ഫ്രൈഡ് റൈസ്. അത് ചോപ്പ് വരാതിരിക്കാനും വേണ്ടിയിട്ട് പുഴുങ്ങിയെടുക്കല്ലേ? പക്ഷെ നമ്മളതായ രീതിയിലാണ് പല ആളുകളും കമന്റ് അടിക്കുന്നില്ല. അങ്ങനെയല്ല നമ്മൾ പറയണത് ഇങ്ങനെ വെക്കണം. നമ്മൾ പറഞ്ഞില്ല, നമ്മളതായ രീതിയിൽ ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വെക്കണം. ചെലവ് കുറഞ്ഞ രീതിയിലുള്ള റെസിപ്പി നമ്മൾ പറഞ്ഞു. കുറച്ച് ഉപ്പിട്ട, വല്ല ഓവറാവണ്ട, ചെറിയ ചിക്കൻ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ്. വലിയ ചെമ്പ് അടുപ്പത്തേക്ക് കയറ്റി വെച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ചെറുതാരം കേട്ടാ. ഇപ്പൊ എന്തിനാന്ന് വെച്ചാല് അരികൾ തമ്മിൽ ഒട്ടായിരിക്കാം. ചെറിയൊരു സുർക്ക് ഒഴിച്ചും സുർക്ക് എസൻസ് ഒഴിക്കും. ചാരം കിട്ടാണ് ചെറുതാരം കൊടുത്തതില്ലേ? അരി കിട്ടൂല. സൺഫ്ലവർ ഓയിൽ അല്ലേ? ഇത് ഫുള്ള് ഒഴിക്കൂലട്ടാ. ഉപ്പിട്ടാ ഓവർ ഇടൂല, കുറച്ച് ആവശ്യത്തിന് നേരിട്ട്. ഇത് പലതും ഉണ്ടാക്കുമ്പോൾ ഉപ്പിടല്ലോ. അങ്ങനെ നമ്മൾ അരി ഊറ്റിയെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെങ്ങനെ പൂർണ്ണ വേവ് വരെ എടുക്കണം അരി? ഇല്ലടാ, ഒരു 90%, ഒരു 90-95% ആ രീതിയിലല്ലേ? നമ്മൾ വറക്കൂലേ? അപ്പോൾ കുറച്ചും കൂടെ ആയി കിട്ടും അല്ലേ? സൺഫ്ലവർ ഓയിൽ ഉരുളിയിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കോഴിമുട്ട, എന്തൊക്കെയാണ്? ക്യാരറ്റ്, ബീൻസ് ചെറുതാക്കി അരിഞ്ഞെടുത്തത്, തുടക്കത്തിൽ പുഴുങ്ങി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് നന്നായിട്ട് പിച്ചി എടുത്ത സംഭവം ഇപ്പം ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, മിക്സ് ചെയ്ത് കൊടുക്കുക. വൈറ്റ് പെപ്പർ, പഞ്ചസാര, കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. പൂനെ സ്പ്രിംഗ് സാലറി നല്ല മിക്സ് ചെയ്യണല്ലേ? ശരിക്ക് സോയാ സോസ് ഒഴിക്കും. സോയാ സോസ് ഒഴിച്ചാൽ എന്താ പറയുക, വൈറ്റ് ഒരു ബ്ലാക്ക് മങ്ങി കളറാവും. അപ്പോൾ സോയാ സോസ് ഒഴിച്ചിട്ടുണ്ടാണ്. വൈറ്റ് പ്യുവർ വൈറ്റിൽ മതി, കാരണം സോയാ സോസ് വെച്ചത്. നമ്മൾ റൈസിന്റെ കളർ എടുക്കാൻ വേണ്ടിയിട്ട് സോയാ സോസ് ഒഴിവാക്കിയല്ലേ? ചിക്കൻ ഫ്രൈഡ് റൈസ് അടിപൊളിയാണ്. അടിപൊളിയാണ്. അതുപോലെ തന്നെയാണ് ബിരിയാണി. ഞാൻ കഴിച്ചിട്ട് ടേസ്റ്റ് നോക്കിയതാണ്, സംഗതി ഉഷാറാണ്. ചിക്കൻ ഫ്രൈഡ് റൈസ് നന്നായിട്ടുണ്ട്. ഇന്നുണ്ടാക്കിയിട്ടുള്ള ഫ്രൈഡ് റൈസ് നമ്മളൊന്ന് കഴിച്ചു നോക്കാൻ പോട്ടെ, എങ്ങനെയുണ്ടെന്ന് നോക്കാം. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ഫ്രൈഡ് റൈസ്? അടിപൊളിയാ, സംഭവം ഉഷാറാട്ടാ, ഒരു രക്ഷയില്ല. ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കും. ബൈ.